ക്രിക്കറ്റിന്റെ മക്കയായ ലോർഡ്സ് മൈതാനത്ത് രോഹിത് ശർമ്മ എന്ന ഇതിഹാസ നായകൻ തന്റെ ചോരയും നീരും നൽകി പൊരുതി നേടിക്കൊടുത്ത ഐതിഹാസിക സെഞ്ചുറിയും ഇന്ത്യയുടെ പരമ്പര വിജയ സ്വപ്നങ്ങളും വിക്കറ്റിന് പിന്നിൽ നിന്ന് ഇഷാൻ കിഷൻ എന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ അക്ഷരാർത്ഥത്തിൽ എറിഞ്ഞൊടുക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാമത്തെയും അവസാനത്തെയും നിർണായക ഏകദിന പോരാട്ടത്തിൽ ഇന്ത്യ 27 റൺസിന്റെ തോൽവിക്ക് വഴങ്ങിയതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ലോകത്തും ഇഷാൻ കിഷനെതിരെ അതിരൂക്ഷമായ ജനരോക്ഷമാണ് ഉയരുന്നത്. മത്സരത്തിൽ ബാറ്റിംഗിൽ മാത്രമല്ല വിക്കറ്റ് കീപ്പിംഗിലും പൂർണ്ണ പരാജയമായി മാറിയ ഇഷാൻ വരുത്തിവെച്ച വൻ മണ്ടത്തരങ്ങളാണ് ഇംഗ്ലണ്ടിന് 387 റൺസ് എന്ന ഹിമാലയൻ സ്കോർ സമ്മാനിച്ചത്. നായകൻ ശുഭ്മൻ ഗില്ലുമായുള്ള അടുത്ത സൗഹൃദത്തിന്റെ പേരിൽ മാത്രമാണ് ഇത്തരം മോശം പ്രകടനങ്ങൾ നടത്തിയിട്ടും ഇഷാന് ഏകദിന ടീമിൽ അനാവശ്യമായി പ്രിവിലേജ് ലഭിക്കുന്നത് എന്ന തരത്തിലുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതോടെ വിക്കറ്റ് കീപ്പിംഗിലും ബാറ്റിംഗിലും വലിയ അസ്ഥിരത കാണിക്കുന്ന ഇഷാൻ കിഷനെയും KL രാഹുലിനെയും ഏകദിന ഫോമാറ്റിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി പകരം മലയാളി താരം സഞ്ജു സാംസണെ ഇന്ത്യയുടെ 1-ാം നമ്പർ ഏകദിന വിക്കറ്റ് കീപ്പർ ബാറ്ററായി നിയമിക്കണമെന്ന ആവശ്യം ക്രിക്കറ്റ് ലോകത്ത് ശക്തമാകുകയാണ്. ലോർഡ്സ് ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരക്കിയ ഇന്ത്യ ബൌളർമാർ കൃത്യമായി സമ്മർദ്ദം ചെലുത്തിയ നിമിഷങ്ങളിലെല്ലാം വിക്കറ്റിന് പിന്നിൽ നിന്ന് ഇഷാൻ കിഷൻ നൽകിയ ലൈഫുകളാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയത്. തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം വിക്കറ്റ് കീപ്പിംഗ് പ്രകടനമാണ് ഇഷാൻ ലോർഡ്സിൽ പുറത്തെടുത്തത്. ജേക്കബ് ബെദേലിന് നൽകിയ ജീവൻ ദാനം. മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വിനാശകരമായ റണ്ണൊഴുക്കിന് ചുക്കാൻ പിടിച്ച യുവതാരം ജേക്കബ് ബെദേൽ വെറും 18 റൺസിൽ നിൽക്കുമ്പോൾ നൽകിയ അനായാസ ക്യാച്ചുകളാണ് ഇഷാൻ കൈവിട്ടു കളഞ്ഞത്. ഈ ജീവൻ ദാനം മുതലാക്കിയ ബെദേൽ പിന്നീട് 91 റൺസ് അടിച്ചുകൂട്ടി ഇന്ത്യയുടെ പതനം ഉറപ്പാക്കി. ബെൻ ഡക്കിനെ 2 തവണ ഡ്രോപ്പ് ചെയ്തു. മത്സരത്തിലെ ടോപ്പ് സ്കോററായ ഓപ്പണർ ബെൻ ഡക്കിനെ പുറത്താക്കാൻ ലഭിച്ച 2 സുവർണാവസരങ്ങളാണ് ഇഷാൻ പാഴാക്കിയത്. ഡക്ക് 26 റൺസിലും പിന്നീട് 68 റൺസിലും നിൽക്കുമ്പോഴും ഇഷാൻ കിഷൻ ക്യാച്ചുകൾ നിലത്തിട്ടു. ഈ പിഴവുകളുടെ ആനുകൂല്യത്തിൽ ഡക്ക് 141 റൺസ് എന്ന മാച്ച് വിന്നിംഗ് സെഞ്ചുറി കുറിച്ചു. വിക്കറ്റിന് പിന്നിൽ പന്ത് ഗ്ലൗസിൽ ഒതുക്കാൻ കഴിയാത്ത 2 ഫോറുകളാണ് ബൈറൺസായി ഇഷാൻ ഇംഗ്ലണ്ടിന് സൗജന്യമായി പുറത്തു കൊടുത്തത്. ഇതിനെല്ലാം പുറമെ യാതൊരു ഉറപ്പുമില്ലാതെ അനാവശ്യ ആവേശം കാണിച്ച് ഇന്ത്യയുടെ നിർണായകമായ ഒരു DRS റിവ്യൂ ഇഷാൻ കിഷൻ നഷ്ടപ്പെടുത്തി. ചുരുക്കത്തിൽ ഇഷാൻ കിഷൻ എന്ന വിക്കറ്റ് കീപ്പറുടെ മോശം പ്രകടനം കൊണ്ട് മാത്രം കുറഞ്ഞത് 70ഓളം റൺസാണ് ഇന്ത്യക്ക് അധികമായി വഴങ്ങേണ്ടി വന്നത്. ഇത്രയും വലിയ വീഴ്ചകൾ വരുത്തിയിട്ടും ഇഷാൻ കിഷൻ എങ്ങനെയാണ് ഇന്ത്യൻ ഏകദിന ടീമിന്റെ പ്ലേയിങ് 11-ൽ തുടരുന്നത് എന്ന ചോദ്യമാണ് ആരാധകർ ഉന്നയിക്കുന്നത്. നിലവിലെ ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലുമായി ഇഷാൻ കിഷൻ പുലർത്തുന്ന അടുത്ത വ്യക്തിപരമായ സൗഹൃദമാണ് ഇതിന് പിന്നാലെയെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ആക്ഷേപം. കഴിഞ്ഞ സീസണുകളിലെല്ലാം വലിയ പരാജയമായിട്ടും സഞ്ജു സാംസണെ പോലെയുള്ള സാങ്കേതിക തികവുള്ള ലോകോത്തര താരങ്ങൾ പുറത്തിരിക്കുമ്പോഴാണ് ഇഷാന് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചത്. ക്യാപ്റ്റന്റെ അടുത്ത കൂട്ടുകാരനായതുകൊണ്ട് മാത്രം ഫോമില്ലെങ്കിലും ടീമിൽ സ്ഥാനമുറപ്പിക്കുന്ന ഈ പ്രവണത ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെ തകർക്കുമെന്നാണ് ആരാധകർ വിമർശിക്കുന്നത്. ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പിംഗിലും വിദേശ പിച്ചുകളിലെ ബാറ്റിംഗിലും നിരന്തരം പരാജയപ്പെടുമ്പോൾ മറുഭാഗത്ത് പരിക്കിന്റെയും അസ്ഥിരതയുടെയും പിടിയിലാണ് KL രാഹുൽ. അസുഖവും ഫോമില്ലായ്മയും കാരണം പലപ്പോഴും ടീമിന് പുറത്തിരിക്കേണ്ടി വരുന്ന രാഹുലിനേക്കാളും ഇഷാനേക്കാളും എന്തുകൊണ്ടും 2027 ഏകദിന ലോകകപ്പിലേക്ക് ഇന്ത്യ വളർത്തേണ്ടത് സഞ്ജു സാംസണെയാണെന്ന ആവശ്യത്തിന് ക്രിക്കറ്റ് നിരീക്ഷകരും പിന്തുണ നൽകുന്നു. ഏകദിന ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ റെക്കോർഡുകൾ അതിശയിപ്പിക്കുന്നതാണ്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും വിദേശ പിച്ചുകളിലെ കടുത്ത പേഴ്സിനെയും ബൗൺസിനെയും ആധികാരികമായി നേരിടാനും സഞ്ജുവിനുള്ള സാങ്കേതിക മികവ് നാസർ ഹുസൈനെ പോലെയുള്ള വിദേശ ഇതിഹാസങ്ങൾ പോലും സാക്ഷ്യപ്പെടുത്തിയതാണ്. വിക്കറ്റിന് പിന്നിലും സഞ്ജുവിന്റെ സാന്നിധ്യം വളരെ വിശ്വസനീയമാണ്. അതിനാൽ തന്നെ അനാവശ്യ അവസരങ്ങൾ നൽകി ഇഷാനെയും രാഹുലിനെയും ഇനി ഏകദിന ടീമിൽ ചുമക്കേണ്ടതില്ലെന്നും സഞ്ജു സാംസണെ ഇന്ത്യയുടെ സ്ഥിരമായ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി പ്രഖ്യാപിക്കണമെന്നുമാണ് ആരാധകർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ലോർഡ്സിൽ നടന്ന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ 27 റൺസിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇഷാൻ കിഷൻ നൽകിയ ജീവൻ ദാനങ്ങൾ പൂർണ്ണമായി മുതലാക്കി ബെൻ ഡക്ക് നേടിയ തകർപ്പൻ സെഞ്ചുറിയുടെയും ജേക്കബ് ബെദലിന്റെ ബാറ്റിംഗിന്റെയും മികവിൽ 50 ഓവറിൽ 387 എന്ന ഭീമൻ സ്കോർ പടുത്തുയർത്തി. ജോ റൂട്ടും ജോസ് ബട്ട്ലറും അവസാന ഓവറുകളിൽ ഇംഗ്ലണ്ടിന് മികച്ച ഫിനിഷിംഗ് നൽകി. 388 റൺസ് എന്ന ഹിമാലയൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് വേണ്ടി മുൻ നായകൻ രോഹിത് ശർമ്മ വെടിക്കെട്ട് സെഞ്ചുറിയുമായി ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും 50 ഓവറിൽ 360 എന്ന സ്കോറിന് ഇന്ത്യയുടെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു. ശുഭ്മൻ ഗില്ലും വിരാട് കോഹ്ലിയും മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും മധ്യനിരയിൽ ഇഷാൻ കിഷന്റെയും ബാലറ്റിന്റെയും പരാജയം ഇന്ത്യക്ക് തിരിച്ചടിയായി. ഇതോടെ 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കുകയായിരുന്നു. ലോർഡ്സ് ഏകദിനത്തിലെ തോൽവി ഇന്ത്യൻ സെലക്ടർമാരുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ്. ഫ്ലാറ്റ് ട്രാക്കുകളിൽ മാത്രം റൺസ് നേടുകയും നിർണായക മത്സരങ്ങളിൽ ക്യാച്ചുകൾ കൈവിടുകയും ചെയ്യുന്ന ഇഷാൻ കിഷനെയും സ്ഥിരതയില്ലാത്ത KL രാഹുലിനെയും ഏകദിന ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ സമയമായിരിക്കുന്നു. വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിലും മറ്റും ഏകദിന പരമ്പരകളിലും സഞ്ജു സാംസണെ വിക്കറ്റ് കീപ്പറായി സ്ഥിരപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് വരും കാലങ്ങളിൽ വലിയ ടൂർണമെന്റുകൾ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇഷാൻ കിഷന്റെയും മോശം വിക്കറ്റ് കീപ്പിംഗ് പ്രകടനത്തെയും ക്യാപ്റ്റൻ ഗില്ലുമായുള്ള കൂട്ടുകെട്ടിനെയും കുറിച്ചുള്ള ആരോപണങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു?
ഇഷാൻ കിഷനെയും KL രാഹുലിനെയും ഏകദിന ടീമിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി സഞ്ജു സാംസനെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്ററാക്കണമെന്ന ആരാധകരുടെ ആവശ്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കും കൃത്യമായ സ്പോർട്സ് വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.